ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം മൈസൂർ പോയ ഞങ്ങള് വയറും മനസ്സും ഒരേപോലെ നിറഞ്ഞ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നാസർബാദ് മെയിൻ റോഡിലുള്ള ഹോട്ടൽ വിനായക മൈലാരിയിലാണ് ഞങ്ങൾ പോയത്. 1938 തുടങ്ങിയ ഷോപ്പാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇവരുടെ ദോശയിലെ റെസിപ്പിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇവിടുത്തെ ബെന്നെ മസാല ദോശയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല സോഫ്റ്റ് ദോശയും കിഡിലും ചട്നിയാണ് അവർ സെർവ് ചെയ്തത്. നമ്മുടെ അടുത്ത സ്പോട്ട് ഗാന്ധി സ്ക്വയറിലുള്ള ഹോട്ടൽ RRR ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ആന്ധ്ര സ്റ്റൈൽ മീൽസ് ആണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. ഞാൻ ഒരു ഹാഫ് കോർ മട്ടൻ ലവറാണ്, പക്ഷെ ഇവിടുത്തെ മീൽസിന് മുമ്പിൽ ഇവിടുത്തെ മട്ടൻ തോറ്റും. നെയ്യും കൺപൗഡറും പരിപ്പും ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും മട്ടൻ ബിരിയാണി മാറ്റി വെച്ച് വെജ് മീൽസ് ഞങ്ങൾ ഇത്രയും എൻജോയ് ചെയ്ത് കഴിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. മൈസൂർ പാക്ക് ഇല്ലാണ്ട് എന്ത് മൈസൂർ ട്രിപ്പ് അല്ലേ? സോ മൈസൂർ പാക്ക് കഴിക്കാനായിട്ട് ഗുരു സ്വീറ്റ് മാർട്ടിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. ചെറുപ്പം തൊട്ടേ കഴിച്ച് പരിചയമുള്ള സ്വീറ്റിന് ഇത്രയും മാജിക്കൽ ടേസ്റ്റുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. വേറെ ഒന്നല്ല, ഇതിന്റെ ഓണർ തന്നെയാണ് മൈസൂർ പാർക്ക് കണ്ടുപിടിച്ചതും. കിഡിലനാണ്. ഇനി കുറച്ച് മട്ടൻ പുലാവ് കഴിക്കാനായിട്ട് അക്ബർ റോഡിലുള്ള ഹോട്ടൽ അനുമന്തുവിൽക്കാണ് ഞങ്ങൾ പോയത്. ഇത് മൺഡേ ക്ലോസ്ഡ് ആയിരിക്കും. നിർഭാഗ്യവശാൽ നമ്മ മൺഡേന് വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ളവർ ഓഫ് കോഴ്സ് നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക. നമ്മൾ അടുത്ത സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു ഫോട്ടോ മ്യൂസിയോ പോലെ തോന്നും, പക്ഷെ ഇതും ഒരു ഫുഡ് സ്പോട്ട് തന്നെയാണ്. നല്ലൊരു എസ്തെറ്റിക് ആംബിയൻസിൽ ഇരുന്ന് കിഡിലൻ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ രാമവിലാസ് റോഡിലുള്ള നവിൽ ലൂണയെ വന്നാൽ മതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഐറ്റം ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് തന്നെയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മൈസൂർ ട്രിപ്പിൽ മൈസൂർ പാലസ് എങ്ങനെ നമ്മൾ മിസ് ചെയ്യാലേ? സോ മൈസൂർ പാലസ് വെറുതെ റൗണ്ട് നടന്നിട്ടാണ് നമ്മൾ അവിടുന്ന് പിരിഞ്ഞത്. സോ മൈസൂരിലെ നിങ്ങളെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ഏതാണെന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.